ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ഫിനാലെ വീക്കിൽ ജാസ്മിന്റെ പ്രകടനം വലിയ രീതിയിൽ പുറകോട്ട് പോയെന്ന വിമർശനം ശക്തമായിരുന്നു. വീടിനുള്ളിലേക്ക് റീ എൻട്രി നടത്തിയ ഗബ്രിയാണ് ഇതിന് കാരണമെന്ന തരത്തിലുള്ള വിമർശനങ്ങളും ശക്തമായിരുന്നു. പുറത്തു നിന്നുള്ളവർ മാത്രമല്ല, ജാസ്മിന്റെ അടുത്ത സുഹൃത്തായ റസ്മിനും അങ്ങനെയായിരുന്നു വിശ്വസിച്ചത്. റസ്മിൻ എനിക്ക് കപ്പ് കിട്ടട്ടെ, മികച്ച രീതിയിൽ മുന്നോട്ട് പോയി കളിക്കട്ടെ എന്ന് കരുതിയപ്പോൾ ഗബ്രി എന്നെ പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് സൂചന നൽകി ഓക്കെ ആക്കുകയായിരുന്നു. കപ്പ് എന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ മാനസിക നില തന്നെയാണ്. പുറത്തിറങ്ങുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിയുന്നതെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ സാധിക്കില്ലെന്ന് ജാസ്മിൻ പറയുന്നു. ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജാസ്മിൻ. പുറത്ത് കുറേയധികം സൈബർ ബുള്ളിംഗ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ നീ ചെയ്തത് ചതിയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, പക്ഷേ അത് അങ്ങനെയുള്ള ഒരു ചതിയല്ല. തുറന്നു പറയുകയാണെങ്കിൽ ഒരു 5-6 പേരിൽ നിന്ന് എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന രീതിയിലാണ് പ്രവർത്തിച്ചത്. എനിക്കെതിരെ പ്രവർത്തിച്ചത് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു എന്നാണ് എന്നെ കൂടുതൽ വിഷമിപ്പിച്ചതും. ഗബ്രി അതേക്കുറിച്ച് ബിഗ് ബോസിൽ വെച്ച് തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട്. പുറത്ത് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്, ബാക്കിയുള്ളവരുടെ കണ്ണിൽ അത് തെറ്റായിരിക്കും, പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നും ജാസ്മിൻ വ്യക്തമാക്കുന്നു. ആദ്യം ഞാൻ കരുതിയത് പുള്ളിയോട് മിണ്ടേണ്ടതില്ല എന്നാണ്, എന്നാൽ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു. നീ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെയായിരുന്നു പുള്ളി ചോദിച്ചത്. ബിഗ് ബോസ് കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ വരില്ലേ, കാര്യങ്ങൾ എന്നിൽ നിന്ന് തന്നെ അറിയാം എന്ന് കാത്തിരിക്കാമല്ലോ. ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു, വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു, എന്നിട്ട് നിർത്തിയില്ല, വീണ്ടും തുടരുകയായിരുന്നു. വാപ്പ അവൻ്റെ കാല് പിടിച്ച് സംസാരിച്ചിട്ടുണ്ട്, അവൾ പോയി ചാകട്ടെ എന്ന രീതിയിലായിരുന്നു വോയിസ് ക്ലിപ്പ് വരെ കേട്ടു. ഇതൊക്കെ കേൾക്കുന്ന എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതിന് അകത്ത് ഞാൻ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുണ്ട്, പലതും പുറത്തു വന്നിട്ടില്ല. അതിനെയൊക്കെ ഞാൻ ആരോട് പരാതി പറയും? എനിക്കെൻ്റെ ഉപ്പയും ഉമ്മയും മാത്രമായിരുന്നു ഉള്ളത് എന്നും ജാസ്മിൻ കൂട്ടിച്ചേർത്തു. ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിച്ചിട്ടും അതിലെ മത്സരാർത്ഥികളുടെ സൈബർ ബുള്ളിംഗ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. മത്സരത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ടു നിന്ന വ്യക്തി കൂടിയായിരുന്നു ജാസ്മിൻ ജാഫർ. ജാസ്മിനെതിരെ നടക്കുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് തുറന്നു പറയുകയാണ് ജാസ്മിൻ ജാഫർ.